കർണാടക കോൺഗ്രസിലെ ആഭ്യന്തര കലഹങ്ങളും അഴിമതി ഭരണവും വീണ്ടും മറനീക്കി പുറത്തേക്ക്. റിപ്പോർട്ട് കാണാം. ിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് പ്രഖ്യാപിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സിദ്ധരാമയ്യ. റിപ്പോർട്ടിലേക്ക്. സ്വന്തം ഭരണത്തിന്റെ അഴിമതി മുഖം തുറന്നുകാട്ടി കോൺഗ്രസ് വൻമരം വീഴുന്നു. 2028 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന അപ്രതീക്ഷിത പ്രഖ്യാപനവുമായി മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രംഗത്തെത്തി. സോഷ്യൽ മീഡിയയിലൂടെയാണ് തന്റെ തീരുമാനം അദ്ദേഹം ജനങ്ങളെ അറിയിച്ചത്. രാഷ്ട്രീയ മേഖല പൂർണ്ണമായും അഴിമതി കൂമ്പാരമായി മാറിയെന്നും ഇത്തരം സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇനിയില്ലെന്നുമാണ് സിദ്ധരാമയ്യ കുറിച്ചത്. അധികാര കൈമാറ്റ കരാറിനെ തുടർന്ന് DK ശിവകുമാറിന് വഴിമാറിക്കൊടുക്കേണ്ടി വന്നതിലെ അതൃപ്തിയാണ് സിദ്ധരാമയ്യയുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ജനങ്ങൾക്ക് പണം നൽകേണ്ട ഗതികേടിലാണ് ഇന്നത്തെ രാഷ്ട്രീയമെന്ന് സിദ്ധരാമയ്യ തുറന്നടിച്ചു. കോൺഗ്രസ് ഭരണത്തിന്റെ കീഴിൽ കർണാടകയിൽ നടക്കുന്ന അഴിമതികളെയും സാമ്പത്തിക ദൂർത്തിനെയും ശരിവെക്കുന്നതാണ് മുതിർന്ന നേതാവിന്റെ ഈ തുറന്നു പറച്ചിൽ. 79 വയസ്സായ തനിക്ക് ആരോഗ്യം അനുവദിക്കില്ലെന്ന കാരണം കൂടി ചൂണ്ടിക്കാട്ടിയാണ് 5 പതിറ്റാണ്ട് നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തോട് അദ്ദേഹം വിട പറയുന്നത്. എന്നാൽ സജീവ രാഷ്ട്രീയത്തിൽ തുടരുമെന്ന് അവകാശപ്പെടുമ്പോഴും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിലപാടുകളോടും കർണാടകയിലെ ഇപ്പോഴത്തെ ഭരണ നേതൃത്വത്തോടുമുള്ള കടുത്ത അമർഷമാണ് പ്രഖ്യാപനത്തിന് പിന്നിൽ. അഴിമതി ആരോപണങ്ങളിൽ വലയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് സ്വന്തം മുൻ മുഖ്യമന്ത്രി നൽകിയ ഈ കനത്ത പ്രഹരം ദേശീയ തലത്തിലും വലിയ ചർച്ചയായിരിക്കുകയാണ്. ജനം, ഡൽഹി.